ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഈ ശനിയാഴ്ചയല്ല, അതിന് മുന്നത്തെ ശനിയാഴ്ചത്തെ. അപ്പോൾ എല്ലാവരോടും എനിക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. നല്ലൊരു കൂൾ മോർണിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, മഞ്ഞൊക്കെ ആയിട്ട്. രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുട്ടികൾ അവരുടെ തന്നെ ഒരു ഗെയിം ഉണ്ടാക്കിയേക്കുന്നുണ്ടോ, റിമോട്ട് വെച്ചിട്ട് നമ്മുടെ ഈ പഴയ ഗോലി വെച്ചിട്ട് അടിച്ചടിച്ച് കളിക്കുകയാണ് അവർ. സാറ്റർഡേ ആണ് ബെഡ്ഷീറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആ പണിയൊക്കെ അങ്ങ് ചെയ്തു തീർക്കുകയാണ്. നമ്മുടെ പച്ചമുളകിന് നിറയെ മീലി ബഗ്സ് ഉണ്ടായിരുന്നല്ലോ. ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ മീലി ബഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പ്ലാന്റ് നമ്മൾ നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ മറ്റ് പ്ലാന്റുകളെയും കൂടി അത് എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ ആ പച്ചമുളകും തൈ എടുത്ത് കളഞ്ഞു. ശനിയാഴ്ച ദിവസമാണ് കൂടുതലും വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ പോകുന്നത്. അപ്പോൾ അന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെയുള്ളൊരു പച്ചക്കറി കടയിൽ ഓർഗാനിക് ഷോപ്പാട്ടോ. അവിടെ നിന്ന് ഓർഗാനിക് വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും. പിന്നെ വേറെയും ഐറ്റംസ്, ഗ്രോസറി, പലചരക്ക്, ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ആ കടയിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും എടുത്തു വെച്ചു. ലുലുവിൽ 50% സെയിൽ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു റോഡിൽ. അപ്പം ഞങ്ങളിപ്പോൾ വൈപ്പിനിൽ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഹാപ്പി ന്യൂസ്. അതായത് നമ്മുടെ ഫാമിലി 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് കേട്ടോ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് നാളുകൊണ്ടാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഒരു വർഷത്തിന് മേലെയായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോഴും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവ്രി മെമ്പറിനോടും ഞാൻ എൻ്റെ താങ്ക്സ് അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കണം. പിന്നെന്താ, അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റും ലൈവും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. എന്തായാലും നമുക്ക് അതൊക്കെ നോക്കാം. ചെമ്പല്ലിയും ചെമ്മീനുമാണ് മീൻ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഓരോ പാത്രങ്ങളിലൊക്കെ ആക്കി എടുത്തു വെച്ചു. അടുത്ത ദിവസം ഞായറാഴ്ച ഞാൻ ചെമ്പല്ലി വെച്ചിട്ടൊരു നല്ല അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കി. അതുവരെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. യൂട്യൂബിൽ നിന്ന് തന്നെയാണ് റെസിപ്പി എടുത്തത്. പിന്നെ നമ്മൾ വാങ്ങിയ പച്ചക്കറികളും കൂടി വേഗം തന്നെ എടുത്തു വെക്കുകയാണ്. ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊരു മൂവി കാണാനിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്ത ത്രിഭംഗ എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയാണ്. കജോളിൻ്റെ മൂവിയാണ്. അപ്പോൾ തുടക്കത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിരുന്നില്ലെങ്കിലും നല്ല മൂവിയായിരുന്നു. ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 3 തലമുറയിലുള്ള 3 സ്ത്രീകളുടെ കഥ പറയുന്ന നല്ലൊരു മൂവിയാണ്. അപ്പോൾ കുട്ടികൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കസിൻസിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അവിടെ നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൂവി അവിടെ നന്നായിട്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ സമയം കുറേ ആയി. ഞാൻ കുറച്ച് നേരം ഇരുന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് മൂവി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്നു. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും TV കണ്ടിരിക്കുമല്ലേ.
അപ്പോൾ ആ പണി അങ്ങ് തീർത്തു. അതിൻ്റെ അപ്പോൾ കുട്ടികളെ കൊണ്ടൊന്ന് ആക്കണമല്ലോ, അതിനുവേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിലും കൂടി ഒന്ന് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാ അവരുടെ ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട്. ഇവർക്ക് 2 ലവ് ബേർഡ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ് അവരെ കാണാൻ. ബാൽക്കണിയിലാണ് അവരെ വെച്ചേക്കുന്നത്. ഒരു ദിവസം നിന്ന് പിറ്റേ ദിവസം വൈകിട്ടായപ്പോഴാണ് കുട്ടികൾ തിരിച്ചെത്തിയത്. ഇതൊക്കെയാണ് ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ. ഇതോടെ ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.